Hi everyone, this is Abhishek from Evika. ഇന്നത്തെ നമ്മുടെ ആപ്പിൾ ന്യൂസ് തെബിയിൽ കുറേയധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകളും അപ്ഡേറ്റ്സും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതേപോലുള്ള കിടിലൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇതേപോലത്തെ കിടിലൻ വാൾപേപ്പേഴ്സ്. ഇപ്പോൾ ഇത് അർജൻറ്റീന, ഇത് ബ്രസീലിൻ്റെ ജേഴ്സിയാണ്. ഇതേപോലത്തെ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഫോളോ ചെയ്യുക. ഓരോ വീഡിയോസിന് ശേഷവും കിടിലൻ വാൾപേപ്പേഴ്സ് നമ്മൾ അവിടെയും റിലീസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് എബിൻ സേവിയർ, വെൽക്കം ബാക്ക് ടു എവിക. ഏറ്റവും ആദ്യം നമുക്ക് ഡബിൻ്റെ വിഷയത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഈ പറയുന്ന ഡബിനെ നമ്മൾ ആദ്യമായിട്ട്, എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ തന്നെ ആദ്യമായിട്ട് അല്ലെങ്കിൽ കേരളത്തിന് ആദ്യമായിട്ട് ഒരു യൂട്യൂബർ എന്താ പറയുക ഹോസ്റ്റ് ചെയ്യുന്ന ആപ്പിൾ ഇവൻറ്റ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ വാച്ച് പാർട്ടി ഇന്നേ വരെ ഉണ്ടാവില്ല. അത് നമ്മൾ ആ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി ഞാൻ പറയുന്നുണ്ട്. അതോടൊപ്പം ഇവൻ്റ് നമുക്കൊരു ഷോർട്ട് ടേം ആയിട്ടൊരു ടൈമാണ് കിട്ടിയത്. ഒരു 3 ദിവസത്തെ സമയം മാത്രം നമുക്ക് ലഭിച്ചത്. കാരണം വെന്യൂ സെറ്റ് ചെയ്യണം, വെന്യൂയുടെ ബഡ്ജറ്റ് എൻ്റെ കയ്യിൽ നിൽക്കണം, പിന്നെ പല കാര്യങ്ങളും അങ്ങനെ നമുക്ക് കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് 3 ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് ആകെ കുറച്ച് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഒരു 10-15 പേര് നമുക്ക് വന്നു. അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്ന ഒരു ടെക് യൂട്യൂബർ ഞാനാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റി, എവിക്കൊക്കെ അത് ചെയ്യാൻ പറ്റി, അത് ചെയ്ത് ബെറ്റർ ആക്കാൻ പറ്റി, അത് കംപ്ലീറ്റ് ആക്കി എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടി. അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കണക്കൂട്ടുന്നുണ്ട്. നമുക്കിനി അങ്ങനെ കുറേ പരിപാടികൾ സെറ്റ് ചെയ്യാം. ഇനി ആര് വന്നാലും നമുക്ക് ആ ഒരു ഒരു നല്ല രീതിക്കുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ആ ഒരു സംഭവം അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം എനിക്കിപ്പോൾ അറിയാം അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ബട്ട് സ്റ്റിൽ എല്ലാ ദിവസവും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഡബിൻ്റെ കാര്യം പറയുമ്പോഴാണ് iOS 27, iPadOS, macOS, visionOS, tvOS എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങൾ വന്നു. പുതിയ പ്രൊഡക്റ്റുകളൊന്നും കണ്ടില്ല. ഈ പറഞ്ഞ ഇവൻ്റ് കണ്ടിട്ട് അവയിൽ കണക്കിനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ എപ്പോഴും ആപ്പിൾ iOSന് ഇതൊക്കെ, iPadOS, macOS, watchOS എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പറയും. ഈ വട്ടം ആപ്പിൾ ആദ്യം തന്നെ പറഞ്ഞു, നമ്മൾ ആദ്യം വലിയൊരു വലിയ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല. കുറേ സേഫ്റ്റി പരിപാടികളും അതോടൊപ്പം കുറേ അഡ്വാൻസ്മെൻറ്റും പിന്നെ ഇമ്പ്രൂവ്മെൻറ്റും സ്റ്റെബിലിറ്റിയൊക്കെയാണ് കൊണ്ടുവരുന്നതെന്നു. അതുകൊണ്ടായിരിക്കാം macOSന് തുടങ്ങി iOSൽ ടച്ച് ചെയ്തും iPadOSൽ തഴുവി tvOSൽ ഞാൻ watchOSൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. അതിൽ ആകെ ഞാൻ കണ്ടത് watchOSൽ പുതിയ സിറി വരുന്നു, പിന്നെ പുതിയൊരു വാച്ച് ഫേസിൻ്റെ സംഭവം കണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. ഓവുലേഷൻ്റെ ട്രാക്കിങ് വേറെ ഞാനൊന്നും കണ്ടില്ല. ഇനി ഞാൻ കാണാത്തോണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനെ തൊട്ടും തലവടിയൊക്കെ പോയിട്ടുണ്ട്. iOSൻ്റെ കാര്യം പറയുമ്പോൾ iOS 27 അപ്ഡേറ്റ് ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. ഈ ആപ്പിളിൻ്റെ ഇവൻ്റ് കഴിഞ്ഞൊരു 30 മിനിറ്റ് 40 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ള അപ്ഡേറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് പുതിയ സിറി അവൈലബിൾ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ജോയിൻ ലിസ്റ്റിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ കയറിയിട്ട് അത് കിട്ടിയത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഒരു സെർവർ ഉണ്ടല്ലോ, ഈ സെർവറിൽ നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇവർ നമുക്കൊരു eligibility.plist എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മുടെ ഫോണിലേക്ക് സെർവർ തരും. ആ സെർവർ തരുമ്പോൾ നമ്മുടെ ഫോൺ എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കിയാലാണ് ജോയിനിങ്, ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് മാറി നമ്മൾ ജോയിൻ ചെയ്യുള്ളൂ. ആപ്പിൾ ആ ഒരു പ്രോഗ്രാം ഇപ്പോൾ അത് പോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മേ ബി ഒരു ലാർജ് എമൗണ്ട് ഓഫ് ആൾക്കാർ കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സെർവർ ചിലപ്പോൾ ബ്രേക്ക് ആയതായിരിക്കാം, അല്ലെങ്കിൽ സെർവർ ചിലപ്പോൾ ഡൗൺ ആയതായിരിക്കും. ആപ്പിൾ അത് റിട്രീവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്തിനാ ഈ ഇവൻറ്റിന് ശേഷം പറഞ്ഞത്? നിങ്ങൾക്കിപ്പോൾ തന്നെ ആപ്പിൾ ഇൻ്റലിജൻസ് ലഭിക്കും, നിങ്ങൾക്കിപ്പോൾ തന്നെ പുതിയ ഈ പറയുന്ന സിറി യൂസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വെറുതെ ഇരിക്കുക. അത് മാത്രമല്ല 3-4 ദിവസം ഇൻഡെക്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പോൾ ആപ്പിളിൻ്റെ iOS 27, iPadOS 27 അങ്ങനെ കുറേ കാര്യങ്ങൾ ഡൗട്ട്ഫുൾ ആയിട്ട്, പക്ഷേ ഫീച്ചേഴ്സൊക്കെ നല്ലതാണ്. ഇപ്പോൾ റീഫ്രെയിമിങ് വന്നു, അതേപോലെ തന്നെ ക്ലീനപ്പ്. എൻ്റെ പൊന്നെ, ക്ലീനപ്പ് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ റീലിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് അത് കൊടുക്കാം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പോൾ ക്ലീനപ്പ് ചെയ്യാം. iOS 26 പതനമായിരുന്നു. iOS 27 എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ
നമ്മുടെ തിലകൻ സാറിങ്ങനെ എനിക്ക് കുമ്പറ പോലെ കുമ്പട, അയ്യോ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അതേപോലെ ഞാൻ നമ്മുടെ ആപ്പിളിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, എല്ലാവരും പറയുന്നത് ഗൂഗിൾ ജെമിനൈ ആണ് സിറി എന്നാണ്. പക്ഷെ ഗൂഗിൾ ജെമിനൈ സിറി കോട്ടിങ് ചെയ്തേക്കുന്നതല്ല എന്നാണ് അവർ പറയുന്നത്. അവരെന്ന് വെച്ചാൽ അതിൻ്റെ ട്രെയിനിങ് ഡാറ്റയും മോഡലും സിറിയിലേക്ക് എടുത്തിട്ട് സിറിയുടെ രീതിയിലേക്കാണ് എന്താ പറയുക ട്വീക്ക് ചെയ്തെടുത്തേക്കാണെന്നാണ് പറയുന്നത്. സോ ആപ്പിൾ അവരുടെ ഒരു ആപ്പിളിൻ്റെ കോർ വാല്യൂസും പ്രൈവറ്റ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും എല്ലാം വെച്ചിട്ട് ആപ്പിളിൻ്റെ ഫൗണ്ടേഷൻ മോഡലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വെച്ചിട്ടാണ് പുതിയ സിറിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ സിറിയും ആപ്പിളും കമ്പൈൻ ചെയ്തുണ്ടാക്കിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനൈ മാത്രമല്ല, രണ്ടുപേരും രണ്ട് രീതിയിലുള്ള സോഴ്സ് കൊടുത്താണ് പുതിയൊരു സിറിനെ നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് വിച്ച് ഈസ് ഓൾസോ ഗുഡ്, നല്ലൊരു കാര്യമാണ്. അതോടൊപ്പം iOS 27 അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പുഷ് ചെയ്താണോ എന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ നമുക്ക് ലിക്വിഡ് ഗ്ലാസിൻ്റെ ഓപ്ഷൻ UI UX റിലീസായിട്ടുണ്ട്. കുറേ പേര്, അത് ഞാൻ പറയാം, അത് ആൻഡ്രോയിഡ് യൂസേഴ്സിനില്ല. ആസ് എ ഐഫോൺ യൂസർ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ലിക്വിഡ് ഗ്ലാസിൻ്റെ എഫക്റ്റും ബാക്കി എല്ലാ കാര്യങ്ങളും. ലിക്വിഡ് ഗ്ലാസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് iOS 27 ലിക്വിഡ് ഗ്ലാസ് സിസ്റ്റം വൈഡാണ്. ഞാൻ ഇപ്പോൾ വാട്സാപ്പിൽ ലിക്വിഡ് ഗ്ലാസ് വന്നിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിലും വന്നിട്ടുണ്ട്. ഈ സെയിം ഫീച്ചർ ഞാൻ എൻ്റെ ഈ ലിക്വിഡ് ഗ്ലാസിൻ്റെ ഓപ്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടോഗിൾ വന്നിട്ടുണ്ട് 27. ഞാനത് കംപ്ലീറ്റ് ക്ലിയർ ഇട്ടാൽ വാട്സപ്പും കംപ്ലീറ്റ് ക്ലിയറാണ്. ഞാനത് ഫ്രോസ്റ്ററിലേക്ക് ഇട്ടാൽ വാട്സപ്പും ഫ്രോസ്റ്റഡ് ആവുന്നുണ്ട്, അതേപോലെ ഇൻസ്റ്റഗ്രാമും. സോ സിസ്റ്റം വൈഡ് അത് മാറുന്നുണ്ട്, വിച്ച് മീൻസ് ഇറ്റ്സ് വെരി ഗുഡ്. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. സോ iOS 27 ആയതുകൊണ്ടാണോ അറിയില്ല, ഇൻസ്റ്റാഗ്രാമിലും ഇപ്പോൾ ലിക്വിഡ് ഗ്ലാസിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്കത് വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ആൻഡ്രോയിഡ് യൂസേഴ്സിനില്ല. അപ്പോൾ കുറേ പേര് അതിൻ്റെ താഴത്ത് പറഞ്ഞു ഇതിട്ട് തന്നെ കാര്യമില്ല, വെറുതെ ലുക്ക് മാത്രമേ ഉള്ളൂ, ബാറ്ററി ചാർജ് ഇറങ്ങിപ്പോവും. എൻ്റെ പൊന്നും അച്ചു, അങ്ങനെയാണെങ്കിൽ ഐഫോൺ മാത്രമല്ല ആൻഡ്രോയിഡിലൊക്കെ എന്തോരം കസ്റ്റമൈസേഷനും എല്ലാം ചെയ്യുന്ന ലുക്കിന് വേണ്ടി തന്നെയല്ലേ. നമ്മൾ വാൾപേപ്പർ ഇടുന്ന ലുക്കിന് വേണ്ടിയാണ്, കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വിജറ്റ്സ് ഇടുന്ന ലുക്കിന് വേണ്ടിയാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ മാറ്റുന്ന ലുക്കിന് വേണ്ടിയാണ്, ഈ പറഞ്ഞ ഹോം സ്ക്രീനിലെ പല ആപ്ലിക്കേഷൻസും ലേഔട്ടും ചേഞ്ച് ചെയ്യുന്ന ലുക്കിന് വേണ്ടിയാണ്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോട്ടോയിൽ ലൊക്കേഷൻ പോലും വെക്കാൻ പറ്റില്ല, ആക്സസ് ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ, അപ്പോൾ അതിന് ചാർജ് പോകില്ലേ? എല്ലാത്തിനും ചാർജ് പോകുന്നുണ്ട്. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, നമ്മൾ ചാർജ് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ഫീച്ചേഴ്സ് കിട്ടില്ല, നമുക്ക് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യണം. മനസ്സിലായേ? കഷ്ടത്തിരിക്കുന്നത് പോകാനും പാടില്ല, ഉത്തരത്തിരിക്കുന്നത് കിട്ടുകയും വേണമെന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഉത്തരത്തിരിക്കണം അവിടെ ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് കഷ്ടത്തിലുള്ള സാധനം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ഉത്തരത്തിലുള്ളത് എടുത്തോളാം എന്ന് പറഞ്ഞാൽ ഓക്കെ. വിച്ച് മീൻസ് എനിക്ക് ആ ഫീച്ചർ ഇഷ്ടപ്പെട്ടു, ബാറ്ററി ഡ്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് ഇട്ടു. ബാറ്ററി ഡ്രെയിനിങ് ഞാൻ സഹിച്ചു. അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിനിങ് ആകുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് കഴിയുമ്പോൾ ആ ഫീച്ചർ ഞാൻ ഓഫ് ചെയ്ത് വെച്ചു, പിന്നെ ബാറ്ററി കൺസേൺ നോക്കി. അത് ഓക്കെയാണ്, നമ്മളൊരു ഇക്ലിബ്രത്തിലാണ് പോണത്, ഒരു ബ്രേക്ക് ഓൺ പോലെ. കംപ്ലീറ്റ് ആയിട്ട് അത് വേണം, അത് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതേപോലെ കുറേ പേര് ലോ പവർ മോഡ് ഇട്ടിട്ട് നിങ്ങൾ ഐഫോൺ കംപ്ലീറ്റ് ടൈം യൂസ് ചെയ്യരുത്, ഇറ്റ്സ് നോട്ട് ഗുഡ്. കാരണം നമുക്ക് വേണ്ട ഫണ്ടമെൻ്റൽ ആയുള്ള കുറേ ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി, റിഫ്രഷിങ് ആപ്ലിക്കേഷൻ, അതേപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഇതൊന്നും ഫെച്ച് ചെയ്യില്ല. കാരണം ലോ പവർ മോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഐഫോണിൻ്റെ ബാറ്ററി മാക്സിമം പ്രിസർവ് ചെയ്യാൻ വേണ്ടിയുള്ളതുകൊണ്ട് നമ്മുടെ ഡിവൈസ് തന്നെ ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും കട്ട് ഔട്ട് ചെയ്യും, പല സാധനങ്ങളും കട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നിൽക്കുക, അത് ഓപ്പൺ ചെയ്താലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഇങ്ങനെ കയറി വരും. മനസ്സിലായോ? ഞാൻ ഇപ്പോഴും കണ്ടിട്ടുണ്ട്, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവന്മാരും എന്താ ചെയ്യുന്നത്, 90-100% ചാർജ് ഉണ്ടാവും, എന്നിട്ട് ലോ പവർ മോഡ് ഇടും. അപ്പോൾ മര്യാദക്കുള്ള ഡിവൈസ് മാനേജ്മെൻറ്റും ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്തും നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ലോ പവർ മോഡ് ഇട്ട് യൂസ് ചെയ്യേണ്ട. ഒരു 20% ആകുമ്പോഴത്തേക്ക് ലോ പവർ മോഡ് ഇട്ടാൽ മതി. അല്ല 20 ആകുമ്പോൾ നിങ്ങൾ കുത്തിടാൻ പറ്റുമെങ്കിൽ കുത്തിടുക. സോ ഇതൊക്കെ ഇപ്പോൾ ഈ കഴിഞ്ഞ വീക്കിൽ നടന്ന കാര്യമാണ്. ഈ ഒരു വീക്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കി എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യം കൂടെ ഒന്നും കൂടെ ഞാൻ പറയാം, ഇതുപോലത്തെ കിഡിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, കിഡിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് എബിൻ സേവ്യ സൈനിങ് ഫ്രം എവിക.